ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഗിവ് അവേ അനൗൺസ് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുന്നൊരു 6-7 ദിവസമായിട്ടുണ്ട്. അപ്പം ഒരു മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗിവ് അവേ അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായത് ഞാൻ ഗിവ് അവേ അനൗൺസ് ചെയ്ത ശേഷം ഇടുന്ന 6 വീഡിയോസിൽ നിന്നായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് 6 ദിവസമാണ് കേട്ടോ. പക്ഷേങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ 6 വീഡിയോസിൽ നിന്ന് ആയിരിക്കും ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുക കേട്ടോ. സോ നമ്മളിന്ന് വീഡിയോ ഇട്ടിട്ട് ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 7 ദിവസമായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 6 ദിവസം വരെയുള്ള വീഡിയോസിനകത്തുള്ള കമൻറ്റ്സ് നോക്കിയിട്ടായിരിക്കും നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുക കേട്ടോ. സോ വിന്നേഴ്സ് ആകുന്ന കൂട്ടുകാരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ട് നമുക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അതായത് ഫുൾ അഡ്രസ്സ് അയച്ചു തരാം. അതായത് നിങ്ങളുടെ പേര്, വീട്ടുപേര്, നിങ്ങളുടെ പിൻകോഡ്, പിന്നെ നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ ഫോൺ നമ്പർ, അത് ഫുൾ ആയിട്ട് വേണം നിങ്ങൾ എനിക്ക് അയക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ വിന്നറാണെന്നുള്ളതിന് തെളിവ് വേണമല്ലോ. അപ്പം ഞാൻ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ആരാണ് വിന്നർ എന്നുള്ളത് നമ്മുടെ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ആ വിന്നർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ ആ ഒരു പ്രൊഫൈലിനകത്ത് നിങ്ങളുടെ പേരുണ്ടാവുമല്ലോ, നിങ്ങൾ ഏത് ഐ ഡിന്നാണ് പേരിട്ടതെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ആ ഒരു ഐ ഡി തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിളിൻ്റെ മെയിലിൻ്റെ ഒരു പിക്ചറും കൂടി എനിക്ക് അയച്ചു തരണം. കാരണം ഒത്തിരി പേര് കമൻറ്റ്സ് ഇടുന്നതാണല്ലോ. അപ്പോൾ ആരെങ്കിലും ഫേക്കായിട്ട് ചിലപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് സ്ക്രീൻഷോട്ട് തന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഞാനാണ് വിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഗൂഗിളിൻ്റെ ഇട്ടേക്കണം ആ പേര്, നിങ്ങൾ ഏത് ഐ ഡിന്നാണോ കമൻറ്റ് ഇട്ടേക്കണേ ആ ഒരു ഐ ഡിയുടെ ഒരു സ്ക്രീൻഷോട്ടും കൂടി നമുക്ക് അയച്ചു തരേണ്ടതാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 7 ദിവസം നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ കഴിഞ്ഞ 6 വീഡിയോസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യാം കേട്ടോ. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്ത സാധനങ്ങൾ 5 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 5 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും ചെയ്യാം, പിന്നെ യൂട്യൂബിലും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ യൂട്യൂബിൽ തന്നെ നമുക്ക് ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ 10-12,000 കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 6 വീഡിയോസ് കേട്ടോ. 6 വീഡിയോസിനകത്ത് നോക്കിയിട്ട് നമ്മളിപ്പോൾ തന്നെ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ അഡ്വാൻസ് ആയിട്ട് 5 പേർക്കും കൺഗ്രാജുലേഷൻസ്. ആൻഡ് നമുക്ക് വേഗം പോയിട്ട് വിന്നറെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അന്ന് ഞാൻ ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഗിഫ്റ്റ് ആ ഒരു കളർ ബോക്സിനകത്ത് എന്ത് ഐറ്റമാണ്, എന്തൊക്കെ സാധനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗിവ് അവേ കിട്ടാത്ത കൂട്ടുകാർ വിഷമിക്കേണ്ട, ഞാൻ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഗിവ് അവേ വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഗിവ് അവേ കിട്ടണം എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം കമൻറ്റ് ഇടാണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് അടിച്ചിട്ട് പോകാം. നിർബന്ധം പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഗിവ് അവേസ് കൊടുക്കുമ്പോഴേ ഇനി കമൻറ്റ് ഇടാനും ഒന്നും പറയത്തില്ല. ഞാൻ ചിലപ്പോൾ കുറച്ച് വീഡിയോസ് നോക്കിയിട്ട് അതിനകത്തുനിന്ന് കൂടുതൽ കമൻറ്റ്സ് വന്നേക്കുന്ന ആരാണോ അവരുടെ പേര് നോക്കിയിട്ടായിരിക്കും ഇനിയുള്ള ഗിവ് അവേസിൽ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ ഒന്നും പറയത്തില്ല, ഗിവ് അവേ ഉണ്ട് എന്നൊന്നും പറയില്ല. ജസ്റ്റ് ഒരു ദിവസം വന്നിട്ട് ഗിവ് അവേ അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മുടെ 100 ഡേയ്സിൻ്റെ ചലഞ്ചൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബാക്ക്ഗ്രൗണ്ട് ഞാൻ മിസ് ചെയ്യും ഗൈസ്. നമ്മൾ അടുത്ത ദിവസം സൗദിക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് കെട്ടിപ്പറക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നും എനിക്കറിയത്തില്ല. സോ നമ്മുടെ ഏരിയ ഇപ്പോൾ കണ്ടോളൂ. ഇപ്പോഴാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ പകുതി പോലും കാണത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് പോയിട്ട് എന്താണ് ഗിവ് അവേയുടെ സാധനം, എന്തായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പോയി എടുത്തിട്ട് വരാം. മുറിയിലാണ് വച്ചേക്കുന്നത് ഗൈസ്, അത് എടുത്തിട്ട് വരാം. സാധനമൊക്കെ മുകളിലെടുത്ത് വെച്ചേക്കണ്ട ഗൈസ്. ഓക്കെ, പൊട്ടി താഴെ ഇറക്കട്ടെ. ഇതിനകത്താണ് നിങ്ങളുടെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ പെട്ടിക്കകത്ത് 5 പെട്ടികളുണ്ട്. 5 പെട്ടിക്കകത്തും എല്ലാം സെയിം ഐറ്റം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ട് പോകണമെന്നൊന്നുമില്ല. ഇവിടെ ഓൾറെഡി ഇങ്ങനെ പാക്ക് ചെയ്തിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് അഡ്രസ്സ് എഴുതി അയക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സോ ഇതിനകത്ത് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഒരെണ്ണം അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്നുള്ളത്. നേരത്തെ നമ്മൾ കാണിച്ചായിരുന്നു, എന്നാലും നമ്മൾ വീണ്ടും കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ളൊരു ഒരു കവറായിട്ടാണ് ഇത് വരുന്നത്. എന്ത് കണ്ടോ, 150 പീസിൻ്റെ ആർട്ട് സെറ്റാണ് വരുന്നത്. ഇതിനകത്ത്
മാർക്കർ ഉണ്ട്, 36 മാർക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് 24 ക്രയോൺസ് ഉണ്ട്, വാക്സ് ക്രയോൺസ് ഉണ്ട്, 24 ഓയിൽ പെൻസിൽസ് ഉണ്ട്, 24 കളർ പെൻസിൽസ് ഉണ്ട്, 20 ക്ലിപ്സ് ഉണ്ട്, 12 വാട്ടർ കളേഴ്സ് ഉണ്ട്, ഒരു ബ്രഷ്, ഒരു പാലറ്റ്, ഒരു സ്റ്റാപ്ലർ, ഒരു ഷാർപ്പനർ, ഒരു സിസർ, ഒരു വൈറ്റ് പെയിന്റ്, ഒരു ഗ്ലൂ, ഒരു റൂളർ, ഒരു ഇറേസർ, ഒരു പെൻസിൽ. ഇത്ര ഐറ്റംസ് ആണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. 150 സാധനങ്ങളുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് എല്ലാം ഉണ്ടോന്ന് ചെക്ക് ചെയ്തിരുന്നതാണ്. എന്നാലും ഞാനത് ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ. കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു വാട്ടർ കളർ പെൻസാന്ന് കേട്ടോ ഈ ഇരിക്കണത്. അങ്ങനത്തെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാനൊന്നും ഓപ്പൺ ചെയ്ത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല. സിസേഴ്സ് ഉണ്ട്, ക്ലിപ്പുകളുണ്ട്, പെൻസിലുണ്ട്, ഓയിൽ പേസസ് ഉണ്ട്, ക്രയോൺസ് ഉണ്ട്, വാട്ടർ കളർ അല്ലാത്തയുണ്ട് കേട്ടോ. വാട്ടർ കളർ അല്ലാത്തയുണ്ട്. എനിക്കാണ് ഇത് മാർക്കറാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മാർക്കറാണെന്ന് തോന്നുന്നു, സ്കെച്ച് പെന്നിനെയാണെന്ന് തോന്നുന്നു ഒരു മാർക്കർ എന്ന് പറയണേ. അപ്പോൾ മാർക്കേഴ്സ് ഉണ്ട്, പിന്നെ കത്രിക, കുഞ്ഞ് സ്റ്റാപ്ലറൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞ് സ്റ്റാപ്ലർ ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ് സ്റ്റാപ്ലറൊക്കെ ഉണ്ട്. നോക്കി, കുഞ്ഞ് സ്റ്റാപ്ലറിന് പിന്നില്ല കേട്ടോ ഗൈസ്, പിന്നില്ല. ഓയിൽ പേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഈ ഒരു ബോക്സിൽ ഗിവ് അവേ കൊടുക്കുന്നത്. സോ എല്ലാ പെട്ടിക്കകത്തും ഇത്രയും ഐറ്റംസ് തന്നെ ഉണ്ട്. ഞാൻ തുറന്ന് നോക്കി കൺഫേം ആക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാം. ആരായിരിക്കും നമ്മുടെ 5 വിന്നേഴ്സ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഈ സാധനം ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിട്ട്, ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി സാധനം ഉള്ളതായിട്ട് തോന്നി കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെ മേടിച്ചാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതൊന്നും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ലായിരുന്നു നേരത്തേക്കും. പക്ഷെ വീട്ടിൽ പറഞ്ഞാലും അങ്ങനെ മേടിച്ച് തരത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ സെയിം സിറ്റുവേഷൻ ആയിരിക്കും എന്ന് എനിക്കറിയാം. എല്ലാവരുടെയും വീട്ടിൽ നിന്നും മേടിച്ചു തരില്ല. നമ്മൾ വരക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ചിലർക്ക് അത് മേടിച്ചു തരാനുള്ള നമുക്ക് സാമ്പത്തികം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ പഠിക്കുന്നു പറയും, വരക്കണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഗിവ് അവേയിൽ ഇത് കിട്ടുന്ന കൂട്ടുകാർ അങ്ങനെയുള്ള കൂട്ടുകാർ ആരെങ്കിലും ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ആരെയും പേഴ്സണലി അറിയത്തില്ലല്ലോ. നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് റാൻഡംലി ആയിരിക്കും. അതായത് നമുക്ക് വന്നിട്ട് 5 വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് റാൻഡംലി സ്ക്രോൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ 5 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ എടുക്കുക. ഫസ്റ്റത്തെ വീഡിയോ ഒരു ഗോലി സോഡേൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമുക്കത് അതിനകത്ത് ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ട്, 8000 കമൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ അതെടുത്തിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് അതിനകത്തുനിന്ന് റാൻഡംലി ഒരാളെ പിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രോൾ ചെയ്തിട്ട് വേണം പിക്ക് ചെയ്യാൻ. കാരണം എല്ലാവരും കമൻറ്റ് ഇട്ടേക്കണത് ഗിവ് അവേക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയിട്ട് ഒരാളുടെ പേര് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ശരിയാവത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പേര് നോക്കിയിട്ട് കമൻറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ പറയത്തില്ല. അതുകൊണ്ട് ഞാൻ പേര് നോക്കുന്നില്ല. അല്ലാണ്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് റാൻഡംലി ഒരാളെ പിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ വേണ്ടിയിട്ട് ഈ കമൻറ്റ് ഇട്ടേക്കണ എല്ലാ കൂട്ടുകാരും ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ കമൻറ്റ് ഇട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 1, 2, 3 കമൻറ്റുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മളിങ്ങനെ റാൻഡംലി സെലക്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കമൻറ്റ്സൊക്കെ നമുക്ക് മിസ്സായി പോകില്ല. ആദ്യം കമൻറ്റ് ഇട്ട ആളുകൾക്കൊക്കെ ചിലപ്പോൾ മിസ്സായി പോകും. എന്നും പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ഇടാണ്ടിരിക്കരുത്. വീഡിയോ വരുമ്പോൾ കമൻറ്റ് ഇട്ടിട്ട് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് ആ വീഡിയോക്ക് വീണ്ടും കമൻറ്റ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിന്നറാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്തിപ്പോൾ നിർത്തിയിട്ട് നമ്മളിപ്പോൾ ഒരാളെ പിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനലിനകത്ത് എത്ര കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. ഞാനിത് മ്യൂട്ടാക്കി വെക്കട്ടെ. അപ്പോൾ നിങ്ങൾ എത്ര കമൻറ്റ് നിങ്ങൾ ഈ ഒരു നമ്മുടെ ചാനലിൽ എത്ര കമൻറ്റ്സ് നിങ്ങൾ ഇട്ടിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വീഡിയോസിനകത്ത് നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ ചെക്ക് ചെയ്യൂ കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ എത്രത്തോളം കമൻറ്റുകൾ നിങ്ങൾ ഇടാറുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാവേ. അപ്പോൾ ഗിവ് അവേക്ക് വേണ്ടിയിട്ട് മാത്രമാണോ അല്ലാണ്ട് നമ്മുടെ വീഡിയോ കാണാറുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ കമൻറ്റ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ, കമൻറ്റ് ഇട്ട ആളുടെ പ്രൊഫൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സോ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് ഈ പേജിൽ നിന്ന് ഒരാളെ നമ്മൾ നോക്കിയിട്ട് നിർത്തിയിട്ട് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഞാനാട്ടെ, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പേര്. കമൻറ്റ് വരുന്നത് ഹായ് ചേച്ചി കുട്ടി ചാച്ചാജി കാശിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്.
അപ്പോൾ ആ കുട്ടി നമ്മുടെ ചാനലിൽ 12 കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 12 കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. കൃഷ്ണപ്രിയ ഷിബു എന്നാണ് ആ കുട്ടിയുടെ പേര്. നമ്മുടെ ചാനലിൽ 12 കമൻറ്റ്സ് ആ കുട്ടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കുട്ടിക്കാണ് നമ്മുടെ ഫസ്റ്റത്തെ ഗിവ് അവേ കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ സ്ക്രോൾ ചെയ്ത് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്ത് നിർത്താൻ പോവുകയാണ്. നിർത്തി. വലിയൊരു കമൻറ്റ് എടുപ്പുണ്ട്, എന്താ നോക്കട്ടെ. ചേച്ചി ഡ്രസ്സ് പൊളിച്ചു, ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ വർക്കുകളും ചെയ്യുമ്പോൾ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് പകുതി വെച്ച് നിർത്തിയിട്ടുണ്ട്. എന്തോ ചേച്ചിയുടെ വീഡിയോ കണ്ടതിന് ശേഷം എവിടെ നോക്കിയോ ക്ഷമ വന്നതുപോലെ. എനിവേ താങ്ക്സ് ചേച്ചി എന്ന് പറഞ്ഞാണ് കമൻറ്റ് ഇട്ടേക്കണേ. ഓക്കെ, നമ്മൾക്ക് കമൻറ്റ് വന്നേക്കണത് വിനീത. ഓക്കെ, നമുക്ക് കമൻറ്റ് വന്നേക്കണത് വിനീത എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ്. 8 കമൻറ്റ് നമുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വിന്നർ. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ എടുത്തിട്ടുണ്ട് ഗായ്സ്. കാശിക്കുണ്ട മുടി വെട്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. അതിനകത്ത് നമ്മൾ ക്രാഫ്റ്റ് ഒന്നുമില്ല, പക്ഷേ കാശിക്കുണ്ട മുടി വെട്ടിയതിനകത്ത് എല്ലാവരും കോമൺ ആയിട്ട് കാശിക്കുണ്ട സുന്ദരനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സോ അതിനകത്ത് നമ്മൾ ഒരാളെ പിക്ക് ചെയ്യാൻ പോവാണ്. കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സോ ക്രാഫ്റ്റ് വീഡിയോ അല്ലായിരുന്നു, എന്നാലും നമ്മൾ അടുത്ത 6 ദിവസത്തെ വീഡിയോ എന്നല്ലേ മെൻഷൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു വീഡിയോ ആണിത്. സോ നിർത്താം. അതിനകത്തുനിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അവർ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു പേജാണ് എടുത്ത് കിട്ടിയേക്കണേ. അവർ ഫാമിലി അപ്പൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവർ ഫാമിലി അപ്പൂസ് എന്നാണ് ഐഡിയുടെ നെയിം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 12 കമൻറ്റ്സ് നമുക്ക് ഇട്ടിട്ടുണ്ട്. സോ ഇതാണ് അടുത്ത വിന്നർ. പിന്നെ നമ്മുടെ അടുത്ത ഒരു വീഡിയോ ആണിത്. ഇത് നമ്മുടെ പീരീഡ് പാൻറ്റീൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് 4000 കമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രമോഷൻ വീഡിയോ ആയിരുന്നു അത്, എന്നാലും അതിനകത്ത് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ അധികം എക്സ്പെക്റ്റ് ചെയ്തില്ല അത്രയും കമൻറ്റ്സ് വരുമെന്ന്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഒരാളെയും കൂടി സെലക്ട് ചെയ്യാവേ. അപ്പോൾ ഞാൻ ഒത്തിരി സ്ക്രോൾ ചെയ്യണ്ട കേട്ടോ. പെട്ടെന്ന് അടുത്തുനിന്നുള്ള ഒരാളെ സെലക്ട് ചെയ്യേണ്ട, കുറേ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം. അടുത്ത കമൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പേര് വണ്ടർ ഗേൾ. അടുത്ത നമ്മൾ സെലക്ട് ചെയ്തത് വണ്ടർ ഗേൾസ് എന്ന് പറഞ്ഞൊരു പേജാണ് കേട്ടോ. 8 കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് അടുത്ത നമ്മുടെ വിന്നർ. ഓക്കെ, വണ്ടർ ഗേൾസ്. ആരും എനിക്ക് ഇതുവരെ ഗീവ് അവേ തന്നിട്ടില്ല. ചേച്ചിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഗീവ് അവേ കിട്ടുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്. ഓക്കെ, എന്നാലും നമ്മൾ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് അല്ലെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരാളെ സെലക്ട് ചെയ്തപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട് കേട്ടോ. സോ നമ്മുടെ ലാസ്റ്റത്തെ വിന്നറെ സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇതിനകത്ത് 3000 കമൻറ്റ്സ് വന്നിട്ടുള്ളൂ. അപ്പോൾ 3000 നിന്ന് ഒരാളെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. കുറേ സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്ത് ഇവിടെ നിർത്തിയാലോ? വേണ്ട, ഒന്നുകൂടി സ്ക്രോൾ ചെയ്യാം. ഓക്കെ, ലാസ്റ്റത്തെ വിന്നർ ആരാന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഗിവ് അവേക്ക് വേണ്ടിയിട്ടാണ് കമൻറ്റ് ഇട്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് 5 പേരെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടാത്ത കൂട്ടുകാർ എന്നോട് വഴക്കിടരുത് ഗൈസ്. നമ്മൾ ഇനിയും ഗിവ് അവേ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നിർത്താം അല്ലേ? ഓക്കെ, ഇവിടെ നിർത്തിയിട്ടുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാണ് ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നത്. ഈ സൂപ്പർ 8 കമൻറ്റ്സ് വന്നിട്ടുണ്ട്. പേര് അഖില പാലക്കുന്നത്ത്. അടുത്ത ആള് അഖില പാലക്കുന്നത്താണ് കേട്ടോ. 8 കമൻറ്റ്സ് നമുക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കുട്ടിയാണ് അടുത്ത വിന്നർ കേട്ടോ. സൂപ്പർ എന്നാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്, അഖില പാലക്കുന്നത്ത്. സോ ഗൈസ്, നമ്മുടെ ഗിവ് അവേ വിന്നറിനെ ഞാൻ ഒന്നും കൂടി പേര് പറയാം. കൃഷ്ണപ്രിയ, വിനീത, അവർ ഫാമിലി, പിന്നെ വണ്ടർ ഗേൾസ് ആൻഡ് അഖില പാലക്കുന്നത്ത്, അങ്ങനെയാണ് പേരിട്ടേക്കുന്നത്. സോ ഇവർ 5 പേരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഫുഡ് അഡ്രസ്സ് ഇൻക്ലൂഡിങ് യുവർ ഫോൺ നമ്പർ, പിൻകോഡ് ഇത് മുഴുവനായിട്ട് അയച്ചു തരിക. നമ്മൾ അഡ്രസ്സ് കിട്ടിയ 5 പേര് അഡ്രസ്സ് കിട്ടിയാൽ ഒരുമിച്ച് തന്നെ എല്ലാവർക്കും നമ്മുടെ ഗിഫ്റ്റ് ഗിവ് അവേ അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗിവ് അവേ കിട്ടാത്ത കൂട്ടുകാർ വിഷമിക്കില്ല, നമുക്ക് ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഗിവ് അവേ വെക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ചാറ്റാ എന്നും പറഞ്ഞിട്ട് അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോൾ കമൻറ്റ് ഇടാണ്ടിരിക്കരുത് ഗൈസ്.